ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് പനിയോ ജലദോഷമോ അല്ലെങ്കിൽ മൂക്കടപ്പ് പോലെ തോന്നുകയോ അങ്ങനൊന്നുമില്ല. അപ്പൊ ഇത് ആൻഡ്രിയ അല്ലേ? ആൻഡ്രിയ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു. ജലദോഷം ഉണ്ടായിരുന്നു, വായു തുറന്നായിരുന്നു ഇറങ്ങുന്ന, നല്ല കൂർക്കമ്പലി. അപ്പം അന്ന് എൻഡോസ്കോപ്പി എടുക്കുമ്പോൾ ഗ്രേഡ് 4 ആയിരുന്നു അഡിനോയിഡ്. അപ്പം നമ്മൾ മരുന്ന് കഴിച്ചു, ഭക്ഷണമൊക്കെ ശ്രദ്ധിച്ചു. ഇപ്പം എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഇപ്പം ജലദോഷം ഇല്ല. കൂർക്കമ്പലി മാറ്റമുണ്ട്. ആ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റമുണ്ട്. നല്ല ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എന്താണെങ്കിലും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഉറങ്ങാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് പനിയോ ജലദോഷമോ അല്ലെങ്കിൽ മൂക്കടപ്പ് പോലെ തോന്നുകയോ അങ്ങനൊന്നുമില്ല. അപ്പം ഇനി കുറച്ച് മരുന്നുകൂടെ കഴിക്കാം. ഇനിയിപ്പം സ്കൂള് തുറക്കാറായി. അപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം വീട്ടിൽ നിന്ന് വല്ലാണ്ട് പുറത്ത് പോകുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് തണുത്ത ഭക്ഷണങ്ങളൊന്നും കഴിക്കാതിരിക്കുക. അതല്ലെങ്കിൽ ഒരുപാട് മഴയോ തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ തല കുളിക്കുന്ന എപ്പോഴും രാവിലെ തന്നെ, വൈകുന്നേരം തല കുളിക്കാതിരിക്കുക. പിന്നെ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളൊക്കെ നന്നായിട്ട് ഉണങ്ങിയത്. കാരണം മഴക്കാലം ആകുമ്പോഴത്തേക്കും ശരിക്കും ഉണങ്ങിയില്ലെങ്കിൽ അത് അലർജി കൂട്ടാം. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് മരുന്നുകൂടെ കഴിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് നിർത്താം. മരുന്നുകളൊക്കെ നിർത്താം, പ്രശ്നങ്ങളൊക്കെ മാറും.